ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കൂന്തൽ വെച്ചിട്ടുള്ള ഡിഷസ് ഒന്നും ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല, 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിപ്പം ഞാൻ ഈ റോസ്റ്റ് ഉണ്ടാക്കിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതേപോലെ തന്നെ അത് വളരെ ടേസ്റ്റും ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നത്. ഈ കൂന്തൽ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കൂന്തലാണ് വാങ്ങിയത്. അതെന്നിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ ഒരു 3 സബോള ചെറിയ സ്ലൈസസ് ആയി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കരിവേപ്പില, ഒരു 4-5 പച്ചമുളകും ഉണ്ട്, ഒരു ഹാൻഡ് ഫുള്ള് കറിവേപ്പിലയുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്, ഒരു ചെറിയ കപ്പ് വെള്ളവും, പിന്നെ വലിയ 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചതുമുണ്ട്. ഈ കൂന്തൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ക്വയറായിട്ടുള്ള പീസസാണ്, ചിലരത് റൗണ്ടായിട്ടും കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇനി നമുക്ക് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കൂന്തൽ എന്തിനാണ് കുക്കറിൽ ഉണ്ടാക്കുന്നതെന്നല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂന്തൽ പാനിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറേ നേരം നമ്മൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു റബ്ബർ പോലെ ആയിപ്പോകും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കാം കേട്ടോ. ആ ഉള്ളി ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സബോളയുടെ മിക്സ് ഒരു പകുതി വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ സ്പൈസസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെ മുന്നേ തന്നെ ആ എണ്ണയിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. സബോളയൊന്ന് നല്ലോണം ഫ്രൈ ആയി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 4ഉം കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വേണം കേട്ടോ പൊടികൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും വെക്കാനായിട്ട്. ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പൊടികൾ ചേർത്ത് കഴിയുമ്പം എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് കരിവേപ്പിലയും പച്ചമുളകും അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തേക്ക് തക്കാളിയിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുമല്ലോ. നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വെന്ത് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൂടെ കുരുമുളക് ചേർത്തിട്ടുണ്ടായില്ല. ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളതിൽ സബോള വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പേ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു ചെറിയ കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ശരിക്കും നമ്മുടെ കൂന്തലിൽ കുറച്ച് വെള്ളമുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് മതി ആ ഫുൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എന്തായാലും ആ ചെറിയ കപ്പിലെ വെള്ളം ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് അതിന് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരു വിസിൽ വന്നിട്ട്
നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ സ്റ്റീമെല്ലാം പോയതിന് ശേഷം കുക്കർ തുറക്കുക. ആ സ്റ്റീമൊക്കെ പോയതിന് ശേഷം കുക്കർ തുറക്കുക. കണ്ടോ, ഇതിനകത്തിപ്പം നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. അത് നമ്മളുടെ കൂന്തളിനുള്ള വെള്ളം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ ഈ കുക്കറിലെ കൂന്തളിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് കുറച്ചൊരു നല്ല ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാൻ ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫ്ലെയിം അധികമാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അടിയിൽ പിടിക്കരുത്. അങ്ങനെ നമുക്കതിലെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കാം. കണ്ടോ, വെള്ളമൊക്കെ വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം, പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. കണ്ടോ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ എത്ര പെട്ടെന്നാണ് റെഡി ആയേക്കുന്നതെന്ന് നോക്കിക്കേ. വളരെ എളുപ്പമാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനും അത്ര അധികമൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല ഈ കൂന്തൽ ഫ്രൈ. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഞാനിരുന്ന ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, നമ്മൾ ഈ കൂന്തൽ കുക്കറിൽ വെക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് അതായി കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഈ മീറ്റ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതേസമയം നമ്മളൊരു പാനിൽ വെക്കുകയാണെങ്കിൽ അത് ശരിക്കും നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് അല്ല, ശരിക്കും ഒരു റബ്ബർ മാതിരി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് കുക്കറിൽ വെക്കുന്നതിനെ പറ്റി.